കഴിഞ്ഞ ദിവസമായിരുന്നു മോഹൻലാൽ നായകനായി എല്ലാവരും കാത്തിരുന്ന എമ്പുരാൻ്റെ റിലീസ് സംഭവിച്ചത്. അതോടെ പ്രേക്ഷകരെല്ലാവരും ആവേശകരമായി തന്നെ തിയേറ്ററിലേക്ക് എത്തുകയും ചെയ്തു. അക്കൂട്ടത്തിൽ ജീവിതത്തിൽ ആദ്യമായി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ട സന്തോഷത്തിലാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മല്ലിക സുകുമാരൻ. എന്നാൽ ഇപ്പോൾ മല്ലിക കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ അതിരാവിലെ ആരാധകർക്കിടയിൽ എത്തിയപ്പോൾ ഉന്തിലും തള്ളിലും പെട്ടുപോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. കാർ എടുക്കാൻ ഒരുപാട് വൈകിയ ഡ്രൈവറെ വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. മല്ലികയ്ക്ക് തിക്കും തിരക്കിലും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നതും എല്ലാം വീഡിയോയിൽ കാണാം. പൂർണിമയും ഇന്ദ്രജിത്തിനെയും 2 മക്കളോടൊപ്പവുമായിരുന്നു മല്ലിക സുകുമാരൻ നിന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഭയങ്കര വെപ്രാളത്തിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ താരം. ഒന്ന് നേരെ നിൽക്കാൻ പോലും ആകുന്നുണ്ടായിരുന്നില്ല. നല്ല ചൂടും നല്ല തിരക്കുമായിരുന്നു. 2 പേരും ഫസ്റ്റ് ഷോ ഫാൻ ഷോയ്ക്ക് എത്തിയതാണ്. ആരാധകരുടെ കൂടെ ഇരുന്ന് തന്നെ അവർ സിനിമ കാണുകയും ചെയ്തു. അവസാനം കണ്ണീരണിയുകയും ചെയ്തു. മാധ്യമങ്ങൾ വന്നപ്പോൾ കരയുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ മല്ലിക സുകുമാരൻ. എന്ത് നല്ല സിനിമയാണ്, ഒരു ഹോളിവുഡ് സിനിമ കാണുന്നത് പോലെ തോന്നും. എൻ്റെ മകനാണത് ചെയ്തതെന്ന് എല്ലാവരും പറയുമ്പോഴും അവസാനം അത് എഴുതുമ്പോഴും ഒക്കെ എനിക്ക് വളരെയധികം വികാരമാണ് തോന്നുന്നതെന്ന് മല്ലിക മറുപടി പറയുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് പൂർണിമയെക്കുറിച്ച് തന്നെയാണ്. സുപ്രിയ ഉണ്ടായിട്ടും 2 മക്കളുണ്ടായിട്ടും മറ്റാരുണ്ടായിട്ടും മല്ലികയുടെ കൂടെ നിൽക്കുന്നത് പൂർണിമ തന്നെയാണ്. പൃഥ്വിരാജിനോട് ഒരു പ്രത്യേക സ്നേഹം എപ്പോഴും മല്ലികാമ്മയ്ക്കുണ്ട്. ഇളയ കുട്ടിയായതുകൊണ്ടും സുകുമാരൻ്റെ അതേ സ്വഭാവം ഉള്ളതുകൊണ്ടുമാണെന്ന് എല്ലാവരും പറയാറുണ്ട്. എന്നാൽ അതൊക്കെ അംഗീകരിക്കാറുണ്ടെങ്കിലും ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ഭാര്യയെ കാണാൻ പോലുമില്ല എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. അവിടെ പൂർണിമ തന്നെയാണ് മരുമകൾ എന്ന് പറയുന്നു. 2 മരുമക്കൾ ഉണ്ടായിട്ട് എന്താ കാര്യം, അല്ലെങ്കിൽ 2 ആൺമക്കൾ ഉണ്ടായിട്ട് എന്താ കാര്യം? അമ്മ തളർന്നിരിക്കുന്ന അവസ്ഥയിൽ അമ്മയുടെ അടുത്ത് മരുമകൾ പൂർണിമ മാത്രമാണല്ലോ ഉള്ളതെന്നാണ് നിരവധി പേർ പറയുന്നത്. എപ്പോഴും പൂർണിമയെക്കുറിച്ച് പറയുമ്പോൾ മല്ലികയ്ക്ക് ഒരു പ്രത്യേക സ്നേഹം തന്നെയുണ്ട് എന്ന് പറയണം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നിരവധി പേരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പൂർണിമ വളരെയേറെ നാളുകൾക്ക് മുൻപ് വന്നതാണ്. പൂർണിമയെ ഇന്ദ്രജിത്ത് കാണുന്നത് പോലും മല്ലികയോടൊപ്പം സീരിയലിൽ അഭിനയിക്കുന്ന സമയത്തായിരുന്നു. മല്ലികയെ വിളിക്കാൻ വരുന്ന സമയത്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്ദ്രജിത്ത് ആദ്യമായി പൂർണിമയെ കാണുന്നത്. അവിടുന്ന് തുടങ്ങിയ പ്രണയവും സൗഹൃദവും ഒക്കെയാണ് വിവാഹം വരെ എത്തിയതും. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഇവരുടെ കുടുംബത്തിൻ്റെ വാർത്തകൾ പ്രേക്ഷകരും ഏറ്റെടുക്കുകയാണ്. എമ്പുരാൻ കാണാൻ ഞാൻ പോകുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ആരോഗ്യസ്ഥിതി നല്ലതാണെങ്കിൽ ഞാൻ പോകുമെന്നായിരുന്നു മല്ലിക സുകുമാരൻ പറഞ്ഞത്. അങ്ങനെ മല്ലിക ഫസ്റ്റ് ഷോ കാണാൻ തന്നെ എത്തിയിരുന്നു. ആദ്യമായിട്ടാണ് താൻ ജീവിതത്തിൽ ഒരു ഫസ്റ്റ് ഷോ കാണുന്നതെന്ന് മല്ലിക പറഞ്ഞിരുന്നു. മാധ്യമങ്ങൾ വന്നപ്പോൾ തൻ്റെ മകനെക്കുറിച്ചും 2 മക്കളെക്കുറിച്ചും ഒക്കെ ഓർത്ത് പറയുന്നുണ്ട്. സിനിമയിലുടനീളം അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന രീതികളെക്കുറിച്ചുമൊക്കെ മല്ലിക വാതോരാതെ സംസാരിക്കുന്നു. എന്തിനു പറയണം, ഈ സിനിമയുടെ ഓരോ പോസ്റ്റർ റിലീസ് ചെയ്യുന്ന സമയത്തും പൃഥ്വിരാജ് അച്ഛനെ ഓർത്ത് തന്നെയാണ് പറയുന്നത്. മക്കൾക്ക് അച്ഛൻ തന്നെയാണ് വലുത്. എന്തൊക്കെ പറഞ്ഞാലും അവരുടെ അച്ഛനല്ലേ, അവർ ഓർക്കാതിരിക്കുമോ? അവരെപ്പോഴും അവരുടെ അച്ഛന് വേണ്ടിയും ചെയ്യുകയാണ്. അത് കാണുമ്പോൾ സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.